ദക്ഷ! ഒരലർച്ചയോടെ ദത്തൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. മുഖം വിയർപ്പിനാൽ കുതിർന്നിരുന്നു. താൻ കണ്ട സ്വപ്നത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് അവന്റെ മുറുകിയ മുഖം വിളിച്ചു പറയുന്നുണ്ട്. നീ ഇല്ലാതെ എങ്ങനെയാ പെണ്ണെ ഞാൻ? വാക്കുകൾ അവന്റെ തൊണ്ടയിൽ കുടുങ്ങി. വിട്ടിട്ടു പോവാൻ എങ്ങനെ തോന്നിയടി? അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഇനി തനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുറപ്പുള്ളതുകൊണ്ട് തന്നെ അവൻ അടുത്തിരുന്ന ഒരു കുപ്പിയുമെടുത്ത് പുറത്തെ ബാൽക്കണിയിലേക്ക് നടന്നു. 2 വർഷമായി ഇതാണ് അവന്റെ അവസ്ഥ. ഇവൻ ദേവദത്തൻ, മാണിക്യശ്ശേരിയിലെ ബാലചന്ദ്രന്റെയും നളിനിയുടെയും മകൻ. അവനെ കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് അവർക്ക്, മാളവിക, എല്ലാവരുടെയും മാളു. മാണിക്യശ്ശേരിയിൽ ഇപ്പോൾ ഉള്ളത് കാരണവരായ ചന്ദ്രസേനനും ഭാര്യ ദേവയാനിയുമാണ്. ഇവർക്ക് 3 മക്കളാണ്. ബാലചന്ദ്രനാണ് മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ രാമചന്ദ്രൻ, ഭാര്യ ഭാനുമതി. ഇവർക്ക് 3 മക്കളാണ്. മൂത്തവൻ ശ്രീഹരി, ദത്തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. പരസ്പരം പറയാത്ത രഹസ്യങ്ങൾ പോലും ഇവർക്കിടയിലില്ല. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ മകൻ ശ്രീജിത്ത്, എല്ലാവരുടെയും ജിത്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഒരു വൈബ് കിട്ടാതെ സ്വന്തം കമ്പനിയിൽ പോലും ജോലിക്ക് കയറില്ല എന്ന തീരുമാനത്തിൽ വീട്ടുകാരുടെ കണ്ണിലുണ്ണിയായി, കണ്ണിൽ കരടായി നടക്കുന്നു. മൂന്നാമത് ഒരു പെൺകുട്ടിയാണ്, ഗായത്രി, മാളുവിൻ്റെ ക്രൈം പാർട്ട്ണർ. ഒരേ പ്രായം, ഇപ്പോൾ ഡിഗ്രി 2ാം വർഷം. രാമചന്ദ്രന് താഴെ ഒരു മകളാണ് ചന്ദ്രസേനന്, ഊർമിള. ഭർത്താവ് സുകുമാരൻ. ഇവർക്ക് ഒരേ ഒരു മകളാണ് ഉള്ളത്, ദക്ഷ. ദക്ഷയ്ക്ക് 1 വയസ്സുള്ളപ്പോൾ ഹൃദയാഘാതം മൂലം സുകുമാരൻ മരണപ്പെട്ടു. അതിനുശേഷം ഏട്ടന്മാർ ഊർമിളയെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. മാളുവിനും ഗായുവിനും ജിത്തുവിനും അവൾ ദക്ഷേച്ചിയായി. ഹരിക്ക് തൻ്റെ കൂടപ്പിറപ്പും. എന്നാൽ ദത്തന് അവൾ തൻ്റെ പ്രണയമായിരുന്നു. പഠിത്തം പൂർത്തിയായി സ്വന്തം കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറിയപ്പോൾ ഹരിയുടെ നിർബന്ധത്തിൽ ദത്തൻ അവരുടെ പ്രണയം വീട്ടിൽ പറഞ്ഞു. ആർക്കും ഒരു എതിർപ്പും ഉണ്ടായില്ല. ദക്ഷയുടെ പഠനം കഴിഞ്ഞതിന് ശേഷം വിവാഹം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചു. ദത്തനും ദക്ഷയും പ്രണയിച്ചു കൊണ്ടിരുന്നു. അത്രയും ആഴത്തിൽ അവർ സ്നേഹിച്ചു മുന്നോട്ട് പോയി. ഒരിക്കൽ ഉത്സവത്തിന് ദത്തൻ ദക്ഷയ്ക്കൊരു സമ്മാനം നൽകി. പച്ചക്കല്ലിൽ തീർത്ത ഒരു മോതിരം. ഇത് തൻ്റെ പ്രാണനാണെന്നും നിന്റെ കൈകളിൽ ഞാനത് ഏൽപ്പിച്ചുവെന്നും ദത്തൻ പറഞ്ഞപ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ ദക്ഷ സകല ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞു. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. കോളേജിൽ നിന്നും ടൂർ പോകാനായി തീരുമാനിക്കുമ്പോൾ ദക്ഷയ്ക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ദത്തനെ വിട്ടുനിൽക്കാൻ തനിക്ക് കഴിയുമോ എന്നോർത്ത് പോകാൻ ഇറങ്ങുമ്പോഴും അവൾ ആകെ വിഷമത്തിലായിരുന്നു. ദക്ഷേച്ചിയുടെ മുഖം കണ്ടാൽ ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത പോലെയാണല്ലോ. അയ്യേ, ഒരാഴ്ചയൊക്കെ പെട്ടെന്ന് പോയില്ലേ? ജിത്തു അവളെ കളിയാക്കി. ഒന്ന് പോടാ, അവൾ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു. ദത്തനോട് യാത്ര പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത പ്രയാസമായിരുന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്ങനെ ആ യാത്രയുടെ 3ാം നാൾ ഒരു ഫോൺ കോൾ മാണിക്യശ്ശേരിയെ പാടെ തകർത്ത് കളഞ്ഞു. ദക്ഷയും കൂട്ടുകാരും യാത്ര ചെയ്തിരുന്ന ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞു. പലരും ഒഴുക്കിൽപ്പെട്ടു കാണാതായി എന്നായിരുന്നു ആ വാർത്ത. പോലീസിനും രക്ഷാപ്രവർത്തകർക്കും 5ഓളം വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിൽ ഒരാളായി ദക്ഷയും മാറി. 2 കുട്ടികളുടെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷം കാടിനരികിൽ നിന്നും അടിഞ്ഞ നിലയിൽ കണ്ടെത്തി. അപ്പോഴും ബാക്കി 3 പേരെക്കുറിച്ചും യാതൊരു വിവരവും ഉണ്ടായില്ല. മാണിക്യശ്ശേരിയിൽ മാസങ്ങളോളം ആരും പരസ്പരം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിഞ്ഞു. എന്നാൽ ദത്തൻ പാടെ തകർന്നു. പൂർണ്ണമായും അവൻ മദ്യത്തിൽ അഭയം തേടി. എന്നാൽ നളിനിക്ക് മകന്റെ അവസ്ഥയോർത്ത് ഒരു ദിവസം നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അന്ന് അമ്മയ്ക്ക് വേണ്ടി ദത്തൻ തൻ്റെ തീരുമാനത്തെ മാറ്റി. പക്ഷേ അവൻ പൂർണ്ണമായും മാറുകയായിരുന്നു. ആരോടും അധികം സംസാരിക്കാതെയായി. ദക്ഷയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് എത്തുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വീണ്ടും മദ്യത്തിൽ അഭയം പ്രാപിക്കും. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എത്തിയിരിക്കുകയായിരുന്നു. മാളുവിനും ഗായുവിനും വല്യേട്ടൻ്റെ ഈ മാറ്റം ഒരുപാട് വേദന നൽകി. പതിവ് പോലെ ഭക്ഷണം കഴിച്ച് കാശിയും ഹരിയും ഓഫീസിലേക്ക് പോയി. ആ സമയത്താണ് ഊർമിള നളിനിയുടെ അടുത്തേക്ക് വന്നത്. ഏട്ടത്തി, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഏട്ടത്തി അനുസരിക്കുമോ? എന്താ ഊർമിളെ ഇങ്ങനെ ഒരു ചോദ്യം? നളിനി ചോദിച്ചു. ദച്ചുമോളെ ഓർത്ത് ദത്തൻ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ മോളുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല ഏട്ടത്തി. ഊർമിളെ, നീ എന്താണ് പറയുന്നത്? അതേ ഏട്ടത്തി, ദത്തന് ഒരു ജീവിതം വേണം. അവൻ മാറണം. ഇങ്ങനെ നേറി തീരാനുള്ളതല്ല അവൻ്റെ ജീവിതം. വിധി എന്നോട് കാണിച്ച ക്രൂരത ഇവിടെ ആരും അനുഭവിക്കരുത്. പ്ലീസ് ഏട്ടത്തി. നളിനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. തൻ്റെ മകൻ്റെ ജീവിതം തിരിച്ചു കിട്ടാൻ ആ അമ്മയും ആഗ്രഹിച്ചു. രാത്രിയിൽ ഈ വിവരം അവർ ബാലനെ അറിയിച്ചു. പക്ഷേ ദത്തൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ലെന്ന് അയാൾ അവരെ ബോധ്യപ്പെടുത്തി.
രാത്രി ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ദത്തൻ്റെ അരികിലേക്ക് നളിനി ചെന്നു. മോനെ, എന്താ അമ്മേ? ലാപ്പിൽ നിന്ന് മുഖമുയർത്താതെ അവൻ വിളി കേട്ടു. മറുപടി ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ദത്തൻ പതിയെ തല ഉയർത്തി നോക്കി. എന്തോ പറയാനായി ശ്രമിക്കുന്ന അമ്മയെ പിടിച്ച് അവൻ അരികിലേക്ക് ഇരുത്തി. പറയ്, എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? വല്ലാത്തൊരു വേദനയോടെ ആ അമ്മ ദത്തനോട് മറ്റൊരു വിവാഹത്തെപ്പറ്റി സംസാരിച്ചു. ചുവരിൽ വീണ് പൊട്ടി തകർന്ന ലാപ്പാണ് നളിനിയെ സ്വബോധത്തിലേക്ക് എത്തിച്ചത്. കത്തുന്ന കണ്ണോടെ ദത്തൻ തൻ്റെ അമ്മയെ നോക്കി. അമ്മ, ഇറങ്ങിപ്പോവും. ഇനി ഈ ആവശ്യവുമായി ഒരിക്കലും എൻ്റെ മുന്നിൽ വരരുത്, അവൻ അലറി. നിസ്സഹായതയോടെ നളിനി ആ മുറിയിൽ നിന്നും പുറത്തു വന്നു. പുറത്ത് ബാലൻ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നളിനി ഓടിച്ചെന്ന് ബാലനെ കെട്ടിപ്പിടിച്ചു ഉറക്കെ കരഞ്ഞു. അയാൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. പെട്ടെന്നാണ് അയാളുടെ കൈകളിലേക്ക് നളിനി കുഴഞ്ഞു വീണത്. നളിനി! ബാലൻ അലറി വിളിച്ചു. ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. ഒരു നിമിഷം എല്ലാവരും ഭയപ്പെട്ടു. അമ്മേ! ദത്തൻ ഒരലർച്ചയോടെ നളിനിയെ കൈകളിൽ കോരിയെടുത്തു ഹോസ്പിറ്റലിൽ എത്തിച്ചു. ICUവിന് പുറത്ത് എല്ലാവരും അക്ഷമരായി കാത്തിരുന്നു. ഡോക്ടർ പുറത്തു വന്നു. സി മിസ്റ്റർ ബാലചന്ദ്രൻ, താങ്കളുടെ ഭാര്യയ്ക്ക് ചെറിയൊരു അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ബാലൻ നിസ്സഹായനായി ദത്തനെ നോക്കി. അവനാകെ തകർന്നു നിൽക്കുകയായിരുന്നു. താൻ കാരണം തൻ്റെ അമ്മയ്ക്കെന്തെങ്കിലും സംഭവിച്ചാൽ. അവൻ അമ്മയ്ക്കടുത്തേക്ക് ചെന്നു. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാണമ്മേ. ഇനി ഇങ്ങനെ എന്നെ വേദനിപ്പിക്കില്ലേ. അമ്മയില്ലാതെ ഈ ദത്തൻ എങ്ങനെയാണമ്മേ? അവൻ ഉറക്കെ കരഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ നളിനി പൂർണ്ണമായും സുഖപ്പെട്ടു. ദത്തൻ്റെ തീരുമാനം മാണിക്യശ്ശേരിയെ വീണ്ടും സന്തോഷത്തിലാഴ്ത്തി. ഒരിക്കൽ അമ്പലത്തിൽ പോയി തിരിച്ചിറങ്ങുന്ന വഴി നളിനിക്ക് ചെറിയ ഒരു തലചുറ്റൽ അനുഭവപ്പെട്ടു. വീഴുന്നതിന് മുൻപ് 2 കൈകൾ അവരെ താങ്ങിയിരുന്നു. എന്താ അമ്മേ, ഒന്നും കഴിച്ചില്ലേ എന്ന് ചോദിച്ച് അവൾ അവരെ അവിടെ താങ്ങിയിരുത്തി. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കൊടുത്തു. നളിനി നോക്കി കാണുകയായിരുന്നു ആ പെൺകുട്ടിയെ. ശ്രീത്വം തുളുമ്പുന്ന മുഖം, വലിയ കണ്ണുകൾ, അരയ്ക്ക് താഴേക്ക് നീളുന്ന മുടി, മനോഹരമായ പുഞ്ചിരി. മോളുടെ പേരെന്താ? നളിനി ചോദിച്ചു. ദേവനന്ദ. ഇവിടെ അമ്പലത്തിൻ്റെ വകയിൽ കുട്ടികൾക്ക് ഡാൻസ് പഠിപ്പിക്കുന്നത് ഞാനാണ്. ആണോ? നളിനി അവളെ തന്നെ നോക്കിയിരുന്നു. അതെ, ഇതാണ് തൻ്റെ ദത്തന് വേണ്ടി ദേവി കാണിച്ചു തന്ന കുട്ടി. അവർ മൗനമായി പറഞ്ഞു. ഡ്രൈവർ വന്ന് വിളിച്ചപ്പോൾ അവർ പോകാനായി എഴുന്നേറ്റു. പോട്ടെ മോളെ, ഇനിയും കാണാം, അവർ പറഞ്ഞുകൊണ്ട് നടന്നു. ദേവൂട്ടിയും ഒരു ചിരിയോടെ വീട്ടിലേക്ക് പോയി. ഇവൾ ദേവനന്ദ, ചിറക്കൽ വീട്ടിൽ മാധവി അമ്മയുടെ മകളാണ്. അമ്മയും അനിയത്തിയായ ഗൗരി നന്ദയുമാണ് അവൾക്കുള്ളത്. അച്ഛൻ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ചു പോയി. മാധവി തയ്യൽ പണിയെടുത്താണ് 2 മക്കളെയും വളർത്തിയത്. ഗൗരി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചും തയ്ച്ചും 2 അറ്റം കൂട്ടിമുട്ടിക്കുന്ന ഒരു കുടുംബം. വീട്ടിലേക്ക് കയറി ചെന്ന് നന്ദ ഇന്നുണ്ടായ സംഭവം അമ്മയോട് പറഞ്ഞു. വലിയ ആളുകളാണെന്ന് തോന്നുന്നു അമ്മേ. ആ അമ്മയെ കണ്ടപ്പോൾ പാവം തോന്നി. എന്തോ ഒരു വിഷമം ഉള്ളിലുള്ള പോലെ. എന്തായാലും ആ അമ്മയുടെ വേദന എളുപ്പം മാറ്റിക്കൊടുക്കണേ ദേവി. താനാണ് ആ അമ്മയ്ക്കുള്ള വേദനയുടെ മരുന്നെന്നറിയാതെ അവൾ അവർക്കായി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ. കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.